നമസ്കാരം. ഞാൻ അമലക്ഷി. തുടരും സിനിമ നിങ്ങൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ കാണാത്ത ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു സിനിമ കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, "ആ ഒരു സിനിമയിൽ ഇത്തരത്തിൽ അർജുൻ അശോകൻ്റെ കഥാപാത്രം വരുന്നുണ്ടല്ലേ? ആ ഒരു കഥാപാത്രത്തെ എന്തിനാണ് വെറുതെ ഒരു സീനിലേക്ക് വേണ്ടിയിട്ട് മാത്രം അതിൽ കാസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു ശരിക്കും അർജുൻ അശോകൻ്റെ പർപ്പസ് എന്ന്?" അവനങ്ങനെ ചോദിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം സിനിമയിലെ ചെക്കോവ്സ് ഗൺ എന്ന് പറയുന്ന ആ ഒരു തിയറിയെ പറ്റി ഞാൻ അവനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചെക്കോസ് ഗൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു തിരക്കഥയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിനിമയിൽ നിങ്ങളൊരു ഗണ്ണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗൺ ഇത്തരത്തിൽ സിനിമ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ഗണ്ണ് കൊണ്ട് ഫയർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് വെറും ഒരു തിയറി മാത്രമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സിനിമയിൽ എന്തെങ്കിലും ഒരു സീൻ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റോ എന്തെങ്കിലും തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും അവസാനം കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് സിനിമയിൽ അനാവശ്യമായിട്ടുള്ള ഒരു സീനുകളോ അല്ലെങ്കിൽ ഒന്നും തന്നെ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക സിനിമകളിലും ഈ ഒരു റൂൾ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആ ഒരു സിനിമയിൽ എപ്പോഴും കാണിക്കുന്ന ഒരു പിയാനോ കാണാറുണ്ട് നമുക്കില്ലേ? ആ ഒരു പിയാനോ എന്ന് പറയുന്നത് പിന്നീട് എപ്പോഴും അത് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ആ ഒരു സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആയിട്ട് ആ ഒരു പിയാനോ മാറുന്നുണ്ട്. പ്രേമലു എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മമിതയുടെ ക്യാരക്ടറിന്റെ കയ്യിൽ എപ്പോഴും ഒരു പെപ്പർ സ്പ്രേ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആ ഒരു പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ടാണ് പടത്തിന്റെ ക്ലൈമാക്സിൽ അവർ രക്ഷപ്പെടുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അത് മാത്രമല്ല മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലൊരു പാമ്പിനെ കാണിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു പാമ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു അഡ്വക്കേറ്റ് ആ ഒരു മർഡർ നടത്തുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏതൊരു സിനിമയിലും എന്ത് കാണിച്ചാലും കൃത്യമായിട്ട് അതിന് പിന്നീട് ഒരു യൂസ് ഉണ്ടായിരിക്കണം. ആ ഒരു കഥാപാത്രമാണെങ്കിലും എന്താണെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെക്കോഫ്സ് ഗൺ എന്ന് പറയുന്ന ആ ഒരു തിയറി അറിയാത്തയാളാണോ തരുൺ മൂർത്തി? ഒരിക്കലുമല്ല. അപ്പോൾ തരുൺ മൂർത്തി കൃത്യമായിട്ട് അർജുൻ അശോകൻ എന്ന് പറയുന്ന ആ ഒരു നടനെ കാസ്റ്റ് ചെയ്ത് ആ ഒരു സിനിമയിൽ ഒരു സീൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ആ അർജുൻ അശോകന്റെ പർപ്പസ് എന്നും എന്തിനാണ് പുള്ളി ആ ഒരു സിനിമയിൽ ഒരു ഒറ്റ സീനിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതെന്നും അതിലൂടെ എന്താണ് ആ ഒരു സംവിധായകൻ ഉദ്ദേശിച്ചതെന്നും ആ ഉദ്ദേശിച്ച കാര്യം സിമ്പിളായിട്ട് സിനിമയിൽ നടപ്പായോ തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അതാണ് ആ ഒരു തിരക്കഥാകൃത്തിന് അല്ലെങ്കിൽ ഡയറക്ടറുടെ ആ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു തിരക്കഥാകൃത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരക്കഥയിൽ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും സക്സസ്ഫുള്ളി ഹിറ്റ് ആക്കാനും സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ തുടരും സിനിമയിൽ ഉള്ള അർജുൻ അശോകന്റെ ആ ഒരു പർപ്പസ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഒറ്റ സീനിൽ മാത്രമേ അർജുൻ അശോകനെ കാണിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു സീൻ എന്താണ്? ബെൻസിന്റെ കാറിൽ കാല് വെച്ചുകൊണ്ട് അർജുൻ അശോകന്റെ കഥാപാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വരുന്ന ബെൻസ് തന്റെ കാറിൽ കാല് വെച്ച് നിന്നത് ഇഷ്ടപ്പെടാതെ അർജുൻ അശോകനുമായിട്ട് തർക്കിക്കുന്നു. തർക്കിച്ചതിന് ശേഷം ആ ഒരു അർജുൻ അശോകന്റെ കഥാപാത്രം അവിടെ നിന്ന് പോകുന്നു അല്ലേ? അപ്പോൾ അത്രയും നേരം സിനിമ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകൻ അറിയില്ല അർജുൻ അശോകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ ഒരു സിനിമയിലുള്ള കാര്യം അറിയില്ല. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ ഒരു അർജുൻ അശോകന്റെ കഥാപാത്രത്തെ പ്രേക്ഷകൻ കാണുന്നത്. അപ്പം പ്രേക്ഷകൻ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്തായിരിക്കും? അതായത് ഇനി മുന്നിലേക്കുള്ള ഏതെല്ലാമോ സീനുകളിൽ അർജുൻ അശോകൻ വരാൻ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു സിനിമയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രമാണ് അർജുൻ അശോകൻ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറേയധികം സീനുകൾ മുന്നിലേക്ക് പോകുന്നു. അങ്ങനെ കാട്ടിൽ വെച്ച് ഇത്തരത്തിൽ ആ ഒരു ജോർജ് സാർ എന്ന് പറയുന്ന കഥാപാത്രം ബെൻസിനോട് പറയുകയാണ് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരന്റെ പെങ്ങളോട് മോശമായി പെരുമാറിയ അവരുടെ കാമുകനെ പോലീസുകാരന്റെ അച്ഛൻ കൊലപ്പെടുത്തിയെന്നും ആ ഒരാളുടെ ഡെഡ് ബോഡി ഇത്തരത്തിൽ ആ ഒരു കാറിന്റെ ഡിക്കിയിലുണ്ടെന്നും പറയുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അതായത് ഒരു പയ്യൻ ഒരു 10-25 വയസ്സുള്ള ഒരു പയ്യന്റെ ഡെഡ് ബോഡി ആ ഒരു കാറിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു സമയത്ത് എല്ലാ പ്രേക്ഷകരുടെയും ചിന്ത പോകുന്നത് അർജുൻ അശോകനിലേക്കായിരിക്കാം. കാരണം അർജുൻ അശോകനെയാണ് ഓൾറെഡി കുറച്ച് മുമ്പ് ആ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പയ്യനായിരിക്കാം മരണപ്പെട്ടതെന്നുള്ള ഒരു തോട്ട് ആൾക്കാർ ഉള്ളിലേക്ക് പോയേക്കാം. എന്നാൽ അതിന് കുറച്ചുകൂടെ ആ ഒരു തോട്ടിന് കുറച്ചുകൂടെ ഒരു ശക്തി കൊടുക്കുന്ന രീതിയിൽ മറ്റൊരു സീൻ കൂടി കാണിക്കുന്നു. അതായത് ബെൻസിന്റെ കഥാപാത്രം കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ഈ പോലീസുകാരെല്ലാം കൂടെ പോകുന്നൊരു സീനുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു ഡെഡ് ബോഡിക്കുള്ളിൽ നിന്ന് 2 കാലുകൾ പുറത്തേക്ക് വീഴുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതും കൂടി കാണുന്ന സമയത്ത് പ്രേക്ഷകൻ കണക്ട് ചെയ്യും. അതായത് ബെൻസിന്റെ കാറിൽ കാല് വെച്ച് നിന്നിരുന്ന അതേ അർജുൻ അശോകൻ തന്നെ ആയിരിക്കാം ആ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ഒരു ചാക്കിൽ ഉള്ളതെന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അർജുൻ അശോകനിലേക്ക് ആൾക്കാർ ആ ഒരു ശ്രദ്ധ പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ശരിക്കും അവിടെ മരിച്ചിരുന്നത് ആരാണെന്നുള്ളത് പിന്നീട് ആ ഒരു സിനിമയിൽ പിന്നിലേക്ക് പോകുന്ന സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അതായത് ആ മരണപ്പെട്ടിരുന്നത് ബെൻസിന്റെ മകൻ തന്നെയാണെന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ഇവിടെ അർജുൻ അശോകന്റെ ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു 25 വയസ്സുള്ള ഒരു പയ്യനാണ് മരണപ്പെട്ടതെന്നുള്ള ആ ഒരു കാറിനുള്ളിൽ വെച്ച് ആ ഒരു ഡയലോഗിലൂടെ ജോർജ് സാർ വെളിപ്പെടുത്തുന്ന സമയത്ത് കുറച്ച് പ്രേക്ഷകരുടെയെങ്കിലും ചിന്ത ഇങ്ങനെ പോകാം. അതായത് അത് ബെൻസിന്റെ മകനായിരിക്കുമോ എന്നുള്ള രീതിയിൽ. കാരണം എന്തായാലും ആ ഒരു നടക്കുന്ന സംഭവമാണ് ഇത്തരത്തിൽ ബെൻസിന്റെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പോകുന്നത്. കാരണം അത്രയും നേരം അയാളുടെ ഒരു ഓർഡിനറി ലൈഫിൽ അയാൾ ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഇനി അയാളുടെ ലൈഫിലെ ആ ഒരു ഓർഡിനറി ലൈഫിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്കോ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ആ ഒരു
അഡ്വഞ്ചർ ലൈഫിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ എന്തെങ്കിലും അയാളുടെ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബെൻസിന്റെ ലൈഫിനെ എഫക്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരാളുടെ മരണം എന്ന് പറയുന്നത് 25 വയസ്സുള്ള ആളുടെ മരണം എന്ന് പറയുന്ന ഇത്തരത്തിൽ അത് ബെൻസിന്റെ മകന്റെ തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ആൾക്കാർ ചിന്തിക്കുകയാണെങ്കിൽ, കുറച്ച് പേരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർക്ക് ആ ഒരു സസ്പെൻസ് പിന്നീട് ബെൻസിന്റെ മകനാണ് മരിച്ചതെന്നുള്ള ആ ഒരു അറിയുമ്പോഴുള്ള സസ്പെൻസ് വർക്കൗട്ട് ആവില്ല. കാരണം അവർ ചിന്തിക്കും, ഓ ഞാൻ ചിന്തിച്ചത് തന്നെയാണല്ലോ ഇങ്ങനെയാണല്ലോ നടന്നതെന്നുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെ ആൾക്കാരുടെ ചിന്ത പോകാതിരിക്കാൻ വേണ്ടി ഒരു മിസ്ലീഡിംഗ് ഫാക്ടർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മിസ്ലീഡിംഗ് ആയിട്ടാണ് ഇത്തരത്തിൽ അർജുൻ അശോകനെ അവിടെ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മിസ്ലീഡിംഗ് ടെക്നിക്ക് തരുൺമൂർത്തി കണ്ടുപിടിച്ചതൊന്നുമല്ല, ഓൾറെഡി സിനിമയിലുള്ള ഒരു ടെക്നിക്കാണിത്. ഇതിനാണ് നമ്മൾ റെഡ് ഹെറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റൈറ്റിംഗ് മെത്തേഡ് വരുന്നത് 1800 കാലഘട്ടങ്ങളിൽ നിന്നാണ്. ആ ഒരു സമയത്ത് യൂറോപ്പിലുള്ള കർഷകർ അവരുടെ കൃഷി നശിപ്പിക്കാനായിട്ട് വരുന്ന കുറുക്കന്മാരെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഡോഗുകളെ ട്രെയിനിങ് ചെയ്യിച്ചിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു കുറുക്കന്മാർ വരാൻ സാധ്യതയുള്ള വഴികളിൽ പലയിടത്തായിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഡോഗുകൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറേയധികം മീനുകളെ, ഉണക്ക മീനുകളെ അവിടെ കൊണ്ടിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു കുറുക്കന്മാരെ വേട്ടയാടാനായിട്ട് പോകുന്ന ഈ നായ്ക്കൾ ഈ മീനിന്റെ മണമടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറുക്കന്മാരെ വിട്ടിട്ട് ഈ മീനെ തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ ഒരു നായ്ക്കളെ മിസ്ലീഡ് ചെയ്ത് ട്രെയിനിങ് ചെയ്യിച്ച് കൃത്യമായിട്ട് തന്റെ ടാർഗറ്റിൽ എത്തിക്കുന്ന ആ ഒരു ട്രെയിനിങ് മെത്തേഡിനെയാണ് നമ്മൾ ഇത്തരത്തിൽ റെഡ് ഹെറിംഗ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡിൽ നിന്നാണ് പിന്നീട് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പുള്ള പല സിനിമകളിലും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു മനോജ് കെ ജയനെ ഇത്തരത്തിൽ ഈ ഒരു റെഡ് ഹെറിംഗ് ആയിട്ട് കാണിച്ചുകൊണ്ട് ശരിക്കുമുള്ള കൊലയാളിയിൽ നിന്ന് നമുക്ക് പ്രേക്ഷകന് തോന്നുകയാണ് മനോജ് കെ ജയനാണ് അവിടെ കൊല ചെയ്തത്. അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ കുറേയധികം കഥാപാത്രങ്ങൾ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൂടുതലായും ത്രില്ലർ സിനിമകളിൽ ആരാണോ ശരിക്കും ആ ഒരു ക്രൈം ചെയ്തത്, അല്ലെങ്കിൽ ആരാണോ അതിന് പുറയിലുള്ള ആളെന്നുള്ള രീതിയിൽ അവരെ കണ്ടെത്താനായിട്ട് പ്രേക്ഷകൻ ശ്രമിക്കുന്ന സമയത്ത് പ്രേക്ഷകനെ മിസ്ലീഡ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ, തുടരും എന്ന ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ആൾക്കാരുടെ ആ ഒരു ചിന്ത മറ്റൊരു തലത്തിലേക്ക് മറച്ചുവിടാനായിട്ട് ഇത്തരത്തിൽ തരുൺമൂർത്തി ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എന്തിന് അർജുൻ അശോകൻ? അതായത് ഈ ഒരു പർപ്പസ് ഇതാണെന്ന് മനസ്സിലായി, ഈ ഒരു റോളിലേക്ക് ഒരൊറ്റ സീനിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ അവിടെ കാസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അർജുൻ അശോകനെ പോലെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ അവിടെ കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ചെറിയ നടനെ, അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ അത്ര ഇല്ലാത്തൊരു ചെറിയ ആളെ കാസ്റ്റ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. എന്നാൽ അങ്ങനെ ഒരാളെയാണ് അവിടെ കാസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ പ്രേക്ഷകൻ അത്രയും ആ ഒരു ക്യാരക്ടറിന് ഫോക്കസ് കൊടുക്കുകയില്ല. അർജുൻ അശോകനെ പോലെ ഒരു ക്യാരക്ടർ അവിടെ വന്നതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിന് പ്രാധാന്യമുള്ളൊരു റോൾ ആയിരിക്കുമെന്നുള്ള ചിന്ത പ്രേക്ഷകനിൽ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ അവരുടെ ഫോക്കസ് കൂടുതൽ അർജുൻ അശോകനിലേക്ക് പോവുകയും ഇപ്പുറത്ത് ആ ഒരു ബെൻസിന്റെ മകനാണോ എന്ന് പോലും പലരും ചിന്തിക്കാതെ വന്നേക്കാം. അപ്പോൾ അർജുൻ അശോകന്റെ മിസ്ലീഡിംഗ് ക്യാരക്ടറിനെ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ബെൻസിന്റെ മകൻ മരിച്ച സമയത്ത് ആ ഒരു സസ്പെൻസ്, അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് പ്രേക്ഷകരിലേക്ക് ശക്തമായിട്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് തരുൺമൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ ഈ പറയുന്ന സിനിമകളുടെ തിയറീസും ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മെത്തേഡ്സും ഒക്കെ കൂടുതൽ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ, അതായത് ആ ഒരു 25 വയസ്സുള്ള ഒരു പയ്യൻ ആ ഒരു കാറിനുള്ളിൽ മരിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത് ബെൻസിന്റെ മകനായിരിക്കുമോ എന്നുള്ള ആ ഒരു തോട്ടുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ആ ഒരു ഹീറോസ് ജേണിയുടെ ആ ഒരു 12 സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അതായത് ഒരു ഹീറോയുടെ ആ ഒരു സിനിമ തുടങ്ങി കുറച്ച് സമയം വരെ അയാളുടെ ഓർഡിനറി വേൾഡ് ആയിരിക്കും, അയാൾ എങ്ങനെയാണ് അയാൾ സാധാരണ രീതിയിൽ ജീവിക്കുന്നതെന്നും അയാളുടെ നോർമൽ ലൈഫ് ആയിരിക്കും കാണിക്കുന്നത്. എന്നാൽ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് അയാളുടെ ആ ഒരു ഓർഡിനറി വേൾഡിൽ നിന്ന് അയാൾക്ക് പുറത്ത് കിടക്കേണ്ടതുണ്ട്. അതായത് അയാൾ ഒരു അഡ്വഞ്ചേഴ്സ് വേൾഡിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് ആ ഒരു സിനിമയിൽ ആ ഒരു കാറുമായിട്ട് കാടിനുള്ളിൽ പോയ സമയത്ത് അതിനുശേഷമാണ് ഇത്തരത്തിൽ അയാളുടെ ആ ഒരു ഓർഡിനറി ലൈഫിൽ നിന്ന് അയാൾ മറ്റൊരു അഡ്വഞ്ചർ ലൈഫിലേക്ക് മാറുന്നതല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ലൈഫിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു 25 വയസ്സുകാരന്റെ മരണമുണ്ടെങ്കിൽ അത് അയാളുടെ സ്വന്തം മകന്റെ തന്നെയാണ്. അല്ലാതെ ഇന്നലെ കണ്ട അർജുൻ അശോകനെ പെട്ടെന്ന് അയാൾ മരിച്ചു കഴിഞ്ഞാൽ അതൊരു തരത്തിലും ബെൻസിനെ ബാധിക്കാനായിട്ട് പോകുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് തന്നെ എൻ്റെ തോട്ട് പോയത് ബെൻസിന്റെ മകനായിരിക്കുമോ ആ കാറിനുള്ളിൽ മരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അർജുൻ അശോകനെ ഞാൻ കണക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബെൻസിന്റെ മകന്റെ സുഹൃത്തായിരിക്കാം അർജുൻ അശോകൻ. അവർ തമ്മിൽ ഒരുമിച്ച് ആ ഒരു പെണ്ണിന്റെ ആ ഒരു വീട്ടിലേക്ക് പോകുന്നു, അവിടെ വെച്ച് സംഘർഷം ഉണ്ടാകുന്നു. ആ ഒരു സമയത്ത് ബെൻസിനെ കണ്ട സമയത്ത് ബെൻസിന്റെ മകനെ ഒളിച്ച് പാത്തുപോയി. പകരം ബെൻസിന്റെ മകന്റെ സുഹൃത്തായിട്ടുള്ള അർജുൻ അശോകനും ബെൻസും തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാണ് എൻ്റെ തോട്ടിൽ ചിന്ത പോയത്. എന്നാൽ അങ്ങനെ അല്ലായിരുന്നു കഥ വന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു സസ്പെൻസ് എനിക്ക് അതുകൊണ്ട് അത്ര എഫക്റ്റ് ആയിട്ട് തോന്നിയില്ല. എന്നിരുന്നാൽ പോലും ഗംഭീര സിനിമ തന്നെയാണ്. ശരിക്കും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടരുമെന്ന ചിത്രത്തിൽ എന്തിനാണ് അർജുൻ അശോകനെ കാസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും